ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് കോഡിങ് പാടായിട്ടുള്ള കുറെ ആൾക്കാരാണല്ലോ, പ്രത്യേകിച്ച് ബയോളജി സ്റ്റുഡൻസിനായിരിക്കും കുറച്ചുകൂടെ കോഡിങ് ടഫ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർ കോഡിങ് കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കോഡിങ് എങ്ങനെ പഠിക്കാമെന്നും കോഡിങ്ങിന് എങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത്. അതായത് നമുക്ക് ഫുൾ മാർക്ക് ഇപ്പൊ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ വ്ളോഗ് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതൊരു സെൻസറിന്റെ പ്രോഗ്രാം ആണ്. അപ്പൊ ഞാൻ എന്റെ പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിന്റെ കോഡ് എഴുതി വെച്ചിരുന്നായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാം ഞാൻ പഠിച്ചത് പൈത്തൺ ആയിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പ്രോഗ്രാം സി പ്രോഗ്രാമിംഗിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ പുതിയൊരു പ്രോഗ്രാം ആണ് ഇപ്പൊ കിട്ടിയപ്പോ ഞാനിത് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ് DHT.h DHT എന്നുള്ളത് എന്റെ സെൻസറിന്റെ പേരാണ്. അപ്പൊ ഈ ഹാഷ് ഇൻക്ലൂഡ് DHT.h എന്നുള്ളത് ഞാൻ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. പിന്നെ 26ാമത്തെ പിന്നിലായിരുന്നു ഞാൻ ഔട്ട്പുട്ട് കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ നേരെ ഞാൻ ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വോയിഡ് സെറ്റപ്പ്, ഈ സെറ്റപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പം ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാല് ആർഡിനോയുടെ പവർ ടേൺ ഓൺ ആയി. പിന്നെ ബിഗിൻ ഫംഗ്ഷനകത്ത് DHT11 എന്നുള്ള സെൻസർ ഇനിഷ്യലൈസ് ചെയ്തു. പിന്നെ ഡിലേ 2000 എന്ന് വെച്ചാൽ വെയിറ്റ് 2 സെക്കൻഡ് ടു ടേക്ക് റീഡിങ്സ്. ഓരോ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇവിടെ റീഡിങ്സ് റൺ ആവുന്നത്. അങ്ങനെ ഓരോ കോഡിന്റെയും സൈഡിൽ കൂടെ ഞാൻ ആ കോഡ് എന്താണ് നടക്കുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഫ്ലോട്ട് ടെമ്പ് ഈക്വൽ ടു DHT.read ടെമ്പറേച്ചർ. ഫ്ലോട്ട് എന്നുള്ള കീവേഡ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, പൈത്തണിലും ഉണ്ട്. മറ്റേ ഫ്രാക്ഷണൽ നമ്പറെ സൂചിപ്പിക്കുന്നതാണ്. ടെമ്പ് എന്നുള്ള വേരിയബിളിന്റെ അകത്തോട്ട് നമ്മൾ റീഡ് ചെയ്തെടുത്ത ടെമ്പറേച്ചർ സ്റ്റോർ ആയി. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയേക്കുന്നുണ്ട്, റീഡ് ടെമ്പറേച്ചർ ആണ് സ്റ്റോർ ടെമ്പറേച്ചർ വാല്യൂ ഇൻ ടെമ്പ് എന്നുള്ള വേരിയബിൾ. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി റീഡ് ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി എന്നുള്ള വേരിയബിളിലോട്ട് അതിനെ സ്റ്റോർ ചെയ്തു. പിന്നെ പ്രിന്റ് ചെയ്തിട്ട് ആ ടെമ്പ് എന്നുള്ള സാധനം പ്രിന്റ് ചെയ്തു. അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റും പ്രിന്റ് ചെയ്തിട്ടുണ്ട്, സെൽഷ്യസ്. പിന്നെ പ്രിന്റ് ചെയ്തേക്കുന്നത് ഹ്യൂമിഡിറ്റി. പിന്നെ അതിന്റെ ഹ്യൂമിഡിറ്റി എന്നുള്ള ഹ്യൂമിഡിറ്റി ഈ കോട്സിൽ ഇട്ടേക്കുന്നത് അത് ഹ്യൂമിഡിറ്റിന്ന് പ്രിന്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ പിന്നെ ഹ്യൂമിഡിറ്റിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റ്. അതുപോലെ തന്നെ അവിടെ ഒരു ഡിലേ കൊടുത്തിട്ടുണ്ട്, 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ കോഡ് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം പ്രിന്റും പ്രിന്റ് എല്ലിനും തമ്മിലുള്ള വ്യത്യാസം എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ ChatGPT നോക്കി റെഫർ ചെയ്തിട്ട് പ്രിന്റും പ്രിന്റ് എല്ലിനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ഇപ്പൊ പ്രിന്റ് എന്നുള്ളത് ഹലോ വേൾഡ് എന്ന് ഇപ്പൊ നമ്മൾ കൊടുക്കുവാണെങ്കിൽ നേരെ വരും. പ്രിന്റ് എല്ലൻ എന്ന് വെച്ചാൽ ഒരു ന്യൂ ലൈനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ താഴെ പോലെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത സാധനങ്ങൾ അതിന്റെ സൈഡിൽ തന്നെ ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ജസ്റ്റ് ChatGPT ആ കോഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിച്ചു കൊടുത്ത ഓരോ ലൈനും അവർ വളരെ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഗൈസ്, നിങ്ങളിപ്പം ഒരു പ്രോഗ്രാം കിട്ടി. ഇപ്പൊ 2 നമ്പർ റീഡ് ചെയ്തിട്ട് അതിന്റെ സമ്മ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും അൽഗോരിതം ആദ്യം എഴുതണം. അത് ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഗോരിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൽഗോരിതം എഴുതേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്താണ് ആ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പൊ സ്റ്റെപ്പ് 1 ഇപ്പൊ നമുക്ക് എന്താ 2 നമ്പർ വേണമെന്ന് അറിയാം. അപ്പൊ ഇനിഷ്യലൈസ് 2 നമ്പേഴ്സ്. അപ്പൊ 2 നമ്പർ വേണമെന്ന് എഴുതി. പിന്നെ അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്തു, സമ്മ് സ്റ്റോർ ചെയ്തു, എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആൽഗോരിതം ജസ്റ്റ് ഫസ്റ്റിലെ ഒന്ന് എഴുതി വെക്കണം. അപ്പം അവിടെ ഇപ്പൊ നമുക്ക് പ്രോഗ്രാം അറിയില്ലെങ്കിൽ പോലും അത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും നമുക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു ലോജിക് ഉണ്ടെന്ന്. അതിനകത്ത് ജസ്റ്റ് എത്ര ഇൻപുട്ട് വേണമെന്നെങ്കിൽ അറിയാന്നുള്ള ഒരു ലോജിക് ഉണ്ടെന്ന് അവർക്ക് കാണും മനസ്സിലാക്കും. പിന്നെയുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് പ്രോഗ്രാം എഴുതാൻ അറിയാമെങ്കിൽ, കുറച്ചെങ്കിലും അറിയാമെങ്കിൽ ആ പ്രോഗ്രാമിന്റെ നേരെ കമന്റ് യൂസ് ചെയ്തിട്ട് എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്ന് എഴുതാം. ഇപ്പൊ 2 നമ്പർ സ്റ്റോർ ചെയ്തല്ലോ. അപ്പൊ A ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് ഫസ്റ്റ് നമ്പർ അവിടെ സ്റ്റോർ ചെയ്തു. അതിന്റെ നേരെ കമന്റ് ഇട്ടിട്ട് സ്റ്റോറിങ് ഫസ്റ്റ് നമ്പർ വാല്യൂ ഇൻ വേരിയബിൾ A അങ്ങനെ കമന്റ് ഇട്ട് എഴുതുവാണെങ്കിൽ അങ്ങനത്തെ കമന്റിനും അഡീഷണൽ മാർക്ക് ഉണ്ട്. അപ്പം ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കോഡിങ്ങിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് കോഡിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ടിപ്പ് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ജസ്റ്റ് 2 ടിപ്പൊക്കെ യൂസ് ചെയ്ത് കോഡിങ് പാടുള്ളവർ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. പിന്നെ പൈത്തണിന്റെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് പൈത്തൺ ആണല്ലോ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സാം ഡിസംബർ ലാസ്റ്റോ ജനുവരിയിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു
ഫസ്റ്റ് ഇയേഴ്സിന്റെ എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഡിസംബർ ക്രിസ്മസ് വെക്കേഷന്റെ സമയത്ത് ഈ പൈത്തൺ റൺ ചെയ്ത് പഠിക്കാം. അതായത് ഇപ്പൊ വേണമെങ്കിൽ ലൈവ് സെക്ഷൻസ് ആണെങ്കിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് പാടുള്ള പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുവാണെങ്കിൽ ഞാൻ അത് നോക്കി അതിന്റെ ആൻസർ റൺ ചെയ്ത് കാണിക്കാം പൈത്തണിന്റെ അകത്ത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളും ആ ആപ്പ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒന്ന് റൺ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ലൈവ് സെക്ഷൻ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ അത് റൺ ചെയ്ത് പഠിക്കാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് പാടുള്ള ക്വസ്റ്റ്യൻസ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിടാം. അല്ലെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിൽ ജസ്റ്റ് വേണമെന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിടാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ നമുക്ക് അത് റൺ ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് പഠിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് പൈത്തൺ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇത് കാണാണ്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനെക്കാളും പേര് നമ്മൾ ആപ്പ് കേട്ടിട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ടിപ്പൊക്കെ യൂസ് ചെയ്ത് കോഡിംഗ് ഒക്കെ നല്ലോണം പഠിക്കാം. അപ്പൊ എക്സാംസിന് വേണ്ടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇതുപോലെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.